ഹലോ ഫ്രണ്ട്സ്, ടെക് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലൊരു എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഫോട്ടോഷോപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ബോർഡിൻ്റെ പുറത്ത് ഒരു ആളുടെ ഒരു ഇമേജ്. ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോട്ടോഷോപ്പാണ്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഫോട്ടോയിലെ ഒറിജിനൽ ഫോട്ടോ ഞാനിപ്പം കാണിച്ചു തരാം. നമുക്ക് ഇനി എഫക്റ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫോട്ടോയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ മാജിക് പാൻ ടൂൾ യൂസ് ചെയ്തു. ഓക്കെ ഓക്കെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ആൻഡ് മാസ്ക്, ഇൻവേർട്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ട് സെലക്ഷൻ നമ്മൾ സാധാരണ എടുക്കാറുള്ള പോലെ തന്നെ ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു അഡീഷണൽ ലെയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്രോപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്രോപ്പ് ടൂള്, വിഡ്ത്ത് ഹൈറ്റ് റെസൊല്യൂഷൻ 1500 പിക്സൽ 1500 pixel, resolution 150. Okay. Okay, done. Okay, ഇനി ഇതിൻ്റെ മോഡ് RGB തന്നെ ആയിരിക്കണം, എങ്കിലുള്ള ഈ എഫക്റ്റ് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുകയുള്ളൂ. പക്ഷേ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും മാക്സിമം നിങ്ങൾ കുറച്ച് പിടിച്ചത് സെലക്ട് ചെയ്യുക. കൺട്രോൾ J, ശേഷം കൺട്രോൾ T, അടുത്തത് നമുക്ക് മാക്സിമം ഡിഫറെൻറ്റ് കളേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എങ്കിലുള്ള നമുക്ക് എഫക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. മാക്സിമം കളേഴ്സ് നമുക്ക് ആ ബോഡിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത കളർ എക്സ്ട്രാക്ട് ചെയ്തു. ഇനി അടുത്തൊരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഈ ബ്ലൂ വരെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിനൽപ്പം മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ ലെയേഴ്സ് എല്ലാം കൂടി ഒറ്റ ലെയറായിട്ട് ചേഞ്ച് ചെയ്യുന്നു. അതിന് മുമ്പ് നമുക്ക് ഇനി വേറെ ഏതെങ്കിലും കളറിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുണ്ടോ എന്ന് നോക്കാം. വേറെ കളറൊന്നുമില്ല. ഓക്കെ, കൺട്രോൾ A കൊടുത്ത് മെർജ് ചെയ്തു. ശേഷം കൺട്രോൾ A കൊടുക്കുക, മൂവ് ടൂൾ സെലക്ട് ചെയ്യുക, ടോപ്പ് കോർണറിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം കൺട്രോൾ A ഒന്നുകൂടി കൊടുക്കുക. ഇത് ഫില്ലായിട്ട് നിൽക്കണം. ശേഷം കൺട്രോൾ A കൊടുത്ത ശേഷം ഇമേജ് മെനുവിൽ നിന്ന് ക്രോപ്പ് കൊടുക്കുക. ഔട്ടറായിട്ടുള്ള എന്തെങ്കിലും ലെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പോർഷൻസ് ഉണ്ടെങ്കിൽ അത് കട്ടായി പോകാൻ വേണ്ടിയിട്ടാണ് ക്രോപ്പ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് ഏറ്റവും ടോപ്പിൽ തന്നെയാണെന്നുള്ള ഉറപ്പ് വരുത്തണം. ഈ ലെയർ ടോപ്പ് എഡ്ജിൽ നിൽക്കണം. ടോപ്പ് എഡ്ജിലായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇത് വരും, കാണിച്ചു തരാത്ത. അതിനുവേണ്ടി നമ്മൾ ശകലം താഴേക്ക് വരച്ചിട്ട് നമ്മൾ ഫിൽറ്റർ മെനുവിൽ നിന്ന് ഡിസ്റ്റോർട്ട്, പോളാർ കോർഡിനേറ്റ്സ്, നടുക്കൊരു ഹോളോ സ്പേസ് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് എത്ര മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് ആ ഹോളോ സ്പേസിൻ്റെ വലുപ്പം വേരി ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ടോപ്പിൽ തന്നെ നമ്മളത് മൂവ് ചെയ്ത് വെക്കുക. ശേഷം ഫിൽറ്ററിൽ നിന്ന് ഡിസ്റ്റോർട്ട്, പോളാർ കോർഡിനേറ്റ്സ്. ഓക്കെ, എഡ്ജ് ഫില്ലായിട്ടില്ല. ഓക്കെ, polar coordinates.
ഒന്നുകൂടി ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണ്ടുന്ന എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് രണ്ട് രീതിയിൽ നമുക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയറും കൂടി എടുത്തിട്ടേക്കാം. നമുക്ക് രണ്ട് രീതിയിലത് പ്രിപ്പയർ ചെയ്യാം. ഒന്ന് നമ്മളിതിനെ ഒന്ന് ഇൻവേർട്ട് ചെയ്യുന്നു, വെർട്ടിക്കലായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. അതായത് ഒന്നിൽ റെഡ് ഐറ്റം താഴെയും ഒന്നിൽ റെഡ് ഐറ്റം മുകളിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്കിൽ നമുക്ക് രണ്ടിലും ഈ സെയിം എഫക്റ്റാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തേലും സെയിം എഫക്റ്റ്. ഓക്കെ, ഒന്നിൽ ബ്ലൂവും ഒന്നിൽ റെഡും. ഞാനിപ്പം റെഡുള്ളതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് റീസൈസ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, ശേഷം ഇതിനൊന്ന് മാസ്ക് ചെയ്യുന്നു, ഈ ഒരു പോർഷൻ. ശേഷം ഓൾട്ട് മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്യാം. രണ്ടുപേരുടെ ലെയർ സെലക്ട് ചെയ്യുന്നു, ഒരു ലെയർ ഇതിൻ്റെ താഴേക്ക് ഷാഡോ നോക്കാം. പിന്നെ ഓക്കെ, ശേഷം ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്നു. ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് ബ്ലാക്ക് കളറ് നമുക്ക് ഷാഡോ ഇവിടെ ഡ്രോ ചെയ്ത് കൊടുക്കാം. നമുക്ക് ട്രാൻസ്പെറൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഷാഡോ അത്ര വിസിബിൾ അല്ല. നമുക്ക് ട്രാൻസ്പെറൻസി ചേഞ്ച് ചെയ്ത് അവിടെ ഒരു കളർ ഫില്ല് ചെയ്യാം. കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ലെയർ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കളർ ഫില്ല് ചെയ്ത ശേഷം ഓക്കെ, ഗ്രേഡിയൻ്റ് ഓവർലേ ഇതിൽ റേഡിയൽ കൊടുക്കുക. കളർ ഓക്കെ, യെല്ലോ. ഓക്കെ, ശേഷം നമുക്ക് നേരത്തെ കൊടുത്ത ഷാഡോ ലെയറിലേക്ക് ബാക്കിയുള്ള ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഷാഡോയ്ക്ക് മൾട്ടിപ്ലൈ കൊടുക്കാം. ബ്ലെൻഡിങ് മോഡ് ഒപ്പാസിറ്റി 60 75 റേഞ്ചിൽ കൊടുക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഒരു എഫക്റ്റ് ക്രിയേറ്റ് ആയിട്ട് വിവിഡ് ലൈറ്റ് എന്നുള്ള എഫക്റ്റ് കൊടുക്കുന്നു. ശേഷം ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് ബ്ലെൻഡിങ് മോഡ് ചേഞ്ച് ചെയ്തു. ലീനിയർ ബ്ലെൻഡ് യൂസ് ചെയ്തു. ഇനി അടുത്തത് ഒരു ലെയർ കൂടി ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ വൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നു. വൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഷെയ്ഡ് ഒന്ന് ഫില്ല് ചെയ്യുന്നു. സോഫ്റ്റ് ലൈറ്റ് ഓവർലേ യൂസ് ചെയ്തു.
ഓപ്പസിറ്റ് കുറച്ചു. something 100. Okay. ബ്ലെൻഡിങ് മോഡ്സ് വെച്ച് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഇമേജിന് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഗ്ലോസി അല്ലെങ്കിൽ ഒരു മെറ്റാലിക് പോലെ ഒരു റിഫ്ലക്ഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റർ ഷെയ്ഡ്സും കൊടുത്തിട്ടുണ്ട്, ഡാർക്ക് ഷെയ്ഡ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി. ഞാൻ ഇവിടെ ഒരു ഷെയ്ഡ്സ് യൂസ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒഴികെ ബാക്കി എല്ലാ ലേയേഴ്സും സെലക്ട് ചെയ്യുന്നു, അതിന് മോർജ് ചെയ്യുന്നു, ഓൾമോസ്റ്റ് സെൻറ്ററിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ഓക്കെ, ഫൈൻ. ഇതാണ് ഇന്ന് നമ്മൾ കണ്ട ഒരു എഫക്റ്റ്. ഇനി അടുത്തൊരു എഫക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാം. പക്ഷേ അത് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡായിട്ട് ഈ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഒരല്പം ഫാസ്റ്റ് ഫോർവേഡായിട്ട് യൂസ് ചെയ്യുന്നത് കാണിക്കുകയാണ്. അതായത് ഏത് ടൈപ്പ് ഇമേജിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളത് ട്രൈ ചെയ്യുക, പല ഇമേജസ് മാറ്റി ട്രൈ ചെയ്ത് ചെക്ക് ചെയ്യുക. ഓക്കെ.